സംഘടനയിൽ ഭിന്നത തുടരുന്നതിനിടെ ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ വാക്കേറ്റം. സാദിഖലി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണമെന്ന് യോഗത്തിൽ ബഹാവുദ്ദീൻ നദ്വി ആവശ്യപ്പെട്ടു. എന്നാൽ നടക്കില്ലെന്ന് ഉമർ ഫൈസി മുക്കം നിലപാടെടുത്തതോടെയാണ് വാക്കേറ്റമുണ്ടായത്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. സമീർ, ഈ സമവായം ഉണ്ടാക്കാൻ ചേർന്ന യോഗത്തിൽ പോലും ഇത്തരത്തിൽ വാക്കേറ്റമുണ്ടായെന്ന അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രജിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു മുഷാവറ യോഗമാണ് ഇന്ന് ചേർന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടെ അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ടുള്ള ചർച്ച ഉണ്ടാകുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിൽ സുപ്രഭാതം സമീപ നാളുകളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായിട്ടുള്ള പരസ്യങ്ങൾ ഉൾപ്പെടെ. അതുപോലെ തന്നെയാണ് CAC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നത്. സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ സംസ്ഥയുടെ മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കം നടത്തി എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇടവണ്ണ പറയുന്ന തരത്തിലുള്ള ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് പിന്നീട് ചർച്ചയ്ക്കെടുത്തത്. ആ ചർച്ചാ വേളയിൽ അതിൽ കുറ്റം ആരോപിക്കപ്പെടുന്നത് ഉമർ ഫൈസി മുക്കമാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് മുഷാവറ അംഗവും അതുപോലെ തന്നെ സുപ്രഭാതത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ബഹാവുദ്ദീൻ നദ്വി. അദ്ദേഹമാണ് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. ആ വേളയിൽ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതില്ല, താൻ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ എന്തായാലും മതി എന്നുള്ള നിലപാടാണ് ഉമർ ഫൈസി മുക്കം സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ വാക്കേറ്റം പിന്നീട് അത് രണ്ട് വിഭാഗമായി തന്നെ മാറുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് പിന്നീട് നടക്കേണ്ട ചർച്ചകളൊക്കെ തന്നെ മാറ്റിവെക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അങ്ങനെ പിന്നീട് സംസ്ഥയുടെ ഇന്നത്തെ മുഷാവറ യോഗം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പിന്നീട് യോഗശേഷം അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം തർക്ക പരിഹാരത്തിന് വേണ്ടി മാത്രം മുഷാവറ വിളിക്കാം എന്ന കാര്യം വ്യക്തമാക്കിയത്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.